ഡിവൈഎഫ്ഐയിൽ ഇത് സമ്മേളന കാലമാണ്. സംസ്ഥാനത്തെമ്പാടും അവരുടെ സമ്മേളനങ്ങൾ നടക്കുകയാണ്. യൂണിറ്റ്, വില്ലേജ്, ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാന സമ്മേളനം, അങ്ങനെയാണ് അവരുടെ സമ്മേളനത്തിന്റെ ഒരു പാറ്റേൺ വരുന്നത്. ബ്ലോക്ക് സമ്മേളനങ്ങളെല്ലാം സംസ്ഥാനത്ത് ഏതാണ്ട് പൂർത്തീകരിച്ച് ഡിവൈഎഫ്ഐ അതിന്റെ ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളാണിപ്പോൾ വലിയ വിവാദം സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിന്റെ പിൻപറ്റി പത്തനംതിട്ട ജില്ലയിൽ വലിയ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ വലിയ ചർച്ചയായി എന്നാണ് വരുന്ന വിവരം. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റി അംഗവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ പത്മകുമാറിനെതിരെ എന്തുകൊണ്ടാണ് പാർട്ടി കർശനമായ നടപടി സ്വീകരിക്കാത്തത് എന്നൊരു ചോദ്യമാണ് ജില്ലാ സമ്മേളന വേദിയിൽ സമ്മേളന പ്രതിനിധികൾ ഉന്നയിച്ചത്. നേരത്തെ പുറത്തു വന്ന വാർത്തകൾ പ്രകാരം പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നായിരുന്നു. എന്നാൽ ആ വാർത്ത പുറത്തു വന്ന അതേ ദിവസം തന്നെ അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തി. അതായത് ശബരിമലയിൽ യുവതീ പ്രവേശന സുപ്രീം കോടതി വിധിയുണ്ടായ സമയത്ത് ശബരിമല സന്നിധാനത്തേക്ക് സ്ത്രീകളെ കയറ്റാൻ സർക്കാർ പഠിച്ച പണി 18 ശ്രമിച്ചിരുന്നു. എന്നാൽ അന്ന് ശബരിമലയിൽ വിശ്വാസികളുടെയും ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകർ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ അതിനെല്ലാം അപ്പുറം ശബരിമല സന്നിധാനത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അരങ്ങേറി. കാരണം പോലീസുകാരായിരുന്നു കൃത്യമായി ഈ സമരക്കാർക്ക് രഹസ്യങ്ങൾ ഇന്ന സമയത്ത് സ്ത്രീകൾ വരും എന്ന വിവരം കൈമാറിയത്. അത്തരത്തിൽ കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് 18ാം പടിയുടെ അടുത്തു പോലും, അതായത് ശബരിമല സന്നിധാനത്തിന്റെ പകുതി പോലും എത്താൻ വഴിയിൽ പകുതി പോലും എത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഒരു ദിവസം പുലർച്ചെ 2 മണിയോടുകൂടി സന്നിധാനത്തേക്ക് 18ാം പടിയുടെ പിന്നാമ്പുറത്ത് കൂടി 2 സ്ത്രീകളെ, ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും, അതായത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി സ്വദേശിനിയായ ബിന്ദു അമ്മിണിയെയും മലപ്പുറം സ്വദേശിനിയായ കനകദുർഗയെയും ശബരിമല സന്നിധാനത്ത് എത്തിക്കുകയായിരുന്നു. അവർ 18ാം പടി വഴിയല്ല കയറിയത്, നട അടച്ച സമയത്ത് ആണ് അവർ സന്നിധാനത്തെത്തുന്നത്. എന്നാൽ ഇവർ സന്നിധാനത്തെത്തിയ ദിവസം താനും അവിടെ അന്ന് സന്നിധാനത്ത് സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ശ്രീജിത്ത് IPS തങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല, തങ്ങളെ 2 പേരെയും തലേ ദിവസം തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു എന്നാണ് പത്മകുമാർ മൊഴി നൽകിയത്. എന്തായാലും അല്ലെങ്കിൽ പത്മകുമാർ വെളിപ്പെടുത്തൽ നടത്തിയത്. ആ വെളിപ്പെടുത്തൽ പാർട്ടിക്ക് വലിയ ഒരു ക്ഷീണമാണ് ഉണ്ടാക്കിയതെന്ന് മാത്രമല്ല, പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ഉണ്ടാകുമെന്നൊരു ഭയം CPM-നുണ്ടായി. അതിന്റെ ഭാഗമായി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടിയിലേക്ക് CPM-ന് കടക്കേണ്ടി വന്നു. അതായത് പത്മകുമാറിനെ പുറത്താക്കും എന്ന് പറഞ്ഞ അതേ CPM-ന് അദ്ദേഹത്തിന്റെ പുറത്താക്കൽ നടപടി സസ്പെൻഷനിൽ ഒതുക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തി. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ശബരിമല സ്വർണ്ണക്കൊള്ള നടന്ന സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന പത്മകുമാറിന് പല കാര്യങ്ങളും അറിയാം. അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടിയെടുത്താൽ പാർട്ടിക്കെതിരെ അദ്ദേഹം വെളിപ്പെടുത്തും, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുമ്പാകെ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്ന ബോധം CPM-നുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ നടപടി സസ്പെൻഷനിൽ ചുരുക്കിയതെന്നാണ് പാർട്ടി നേതാക്കന്മാരിൽ പലരും പറയുന്നത്. ഇതിനെതിരെയാണ് DYFI ജില്ലാ സമ്മേളനത്തിൽ വിമർശനം വരുന്നത്. എന്തിനാണ് പത്മകുമാറിനെ ഇത്രത്തോളം ഭയക്കുന്നത്, പത്മകുമാറിന് മുന്നിൽ പാർട്ടി മുട്ടുമടക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന പത്തനംതിട്ടയിലെ DYFI ജില്ലാ സമ്മേളനത്തിൽ വിമർശനം വരുമ്പോൾ അതിന് മറുപടി പറയേണ്ട ബാധ്യത ഇനി CPIM-ന്റെ സംസ്ഥാന നേതൃത്വത്തിനും CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്കുമാണുള്ളത്. കാരണം കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ക്ഷേത്ര കുംഭകോണവുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളോളം ജയിലിൽ കഴിഞ്ഞ ഒരാളെ എന്തിന് സംരക്ഷിക്കണം എന്നൊരു ചോദ്യം പല അണികളും ചോദിക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയമാണ് CPM-നും ഇടതുപക്ഷത്തിനും ഉണ്ടായത്. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ്. രണ്ടാമത് അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ഉം കോൺഗ്രസും പ്രതീക്ഷിക്കാത്ത, അതായത് CPM പ്രതീക്ഷിക്കാത്ത പരാജയവും കോൺഗ്രസ് പ്രതീക്ഷിക്കാത്ത വിജയവും ഉണ്ടായത് ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു ഘടകമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ കേസുകളിലെല്ലാം പ്രതിസ്ഥാനത്ത് വന്ന CPM-ന്റെ ദേവസ്വം ജീവനക്കാരുടെ സംഘടനാ നേതാക്കന്മാരും CPM നോമിനേറ്റ് ചെയ്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അടക്കമുള്ളവർ പ്രതികളായി ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടും എന്തിന് ഇത്തരം കള്ളന്മാരെ സംരക്ഷിക്കുന്നു എന്നൊരു ചോദ്യം ജനങ്ങൾ ചോദിക്കുമ്പോൾ ആ ജനങ്ങളോട് ഉത്തരം പറയാനുള്ള ഒരു ബാധ്യത കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിനുണ്ട്. ആ ചോദ്യമാണ് ഇപ്പോൾ DYFI ചോദിച്ചിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെങ്കിലും DYFIയുടെ സമ്മേളന പ്രതിനിധികൾ ചോദിച്ച ചോദ്യത്തിനെങ്കിലും ഉത്തരം പറയാൻ CPM തയ്യാറാകണം.